നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരെയുള്ള നാലാം അംഗം വ്യാഴാഴ്ച തുടങ്ങാനിരിക്കെ ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിൽ നിന്നുള്ള വാർത്തകൾ അത്ര ശുഭകരമല്ല. പരിശീലന സെഷനിലിടെ നായകൻ രോഹിത് ശർമ്മയ്ക്കും സ്റ്റാർ ബാറ്റർ KL രാഹുലിനും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ പരിക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണെന്നും ഇനിയും വ്യക്തമായിട്ടില്ല. ശനിയാഴ്ചയാണ് നെറ്റ്സിൽ ബാറ്റ് ചെയ്യവേ രാഹുലിന്റെ കൈക്ക് പരിക്കേറ്റത്. അതിനു പിന്നാലെയാണ് രോഹിത്തിനും ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. നെറ്റ്സിൽ വെച്ച് ബാറ്റിംഗിനിടെ അദ്ദേഹത്തിന്റെ ഇടം കാലിന് പരിക്കു പറ്റുകയായിരുന്നു. നാലാം ടെസ്റ്റിൽ രണ്ടു പേർക്കും കളിക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ്. എന്നാൽ ഇരുവർക്കും പുറത്തിരിക്കേണ്ടി വന്നാൽ ബാറ്റിംഗ് ലൈനപ്പിൽ വലിയ അഴിച്ചുപടി ഇന്ത്യക്ക് നടത്തേണ്ടി വരും. രോഹിത്തിനും രാഹുലിനും പുറത്തിരിക്കേണ്ടി വരികയാണെങ്കിൽ അടുത്ത ടെസ്റ്റിൽ ഇന്ത്യയുടെ മികച്ച പ്ലേയിങ് 11 എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. രോഹിത് ശർമ്മയും KL രാഹുലും കളിച്ചില്ലെങ്കിൽ നാലാം അംഗത്തിൽ പുതിയ ഓപ്പണിംഗ് ജോഡികളെ ഇന്ത്യക്ക് പരീക്ഷിക്കേണ്ടതായി വരും. കഴിഞ്ഞ 3 ടെസ്റ്റിലും രാഹുലാണ് ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യുന്നത്. ആദ്യ ടെസ്റ്റിൽ ഈ റോളിൽ അദ്ദേഹം തിളങ്ങിയതോടെ രണ്ടാം ടെസ്റ്റ് മുതൽ ടീമിനൊപ്പം ചേർന്ന രോഹിത് 6ാം നമ്പറിലേക്ക് മാറുകയായിരുന്നു. എന്നാൽ നാലാം ടെസ്റ്റിൽ രാഹുലിനൊപ്പം രോഹിത്തും പുറത്തായാൽ യശസ്വി ജയ്സ്വാളിന് പുതിയൊരു ഓപ്പണിംഗ് പങ്കാളിയെ ഇന്ത്യക്ക് കണ്ടെത്തേണ്ടതായി വരും. അഭിമന്യു ഈശ്വരനാണ് ഈ റോളിലേക്ക് വരാൻ സാധിക്കുന്നയാളെങ്കിലും നിർണായകമായ മത്സരത്തിൽ അദ്ദേഹത്തെ വച്ച് ചൂതാട്ടം നടത്തുന്നത് തിരിച്ചടിയായേക്കും. പകരം നിലവിൽ 3ാം നമ്പറിലുള്ള യുവതാരം ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗിലേക്ക് മാറ്റുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. നേരത്തെ ടെസ്റ്റിൽ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തിട്ടുള്ളയാളാണ് ഗില്ല്. അതുകൊണ്ട് തന്നെ 3ാം നമ്പറിലും അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കും. രോഹിത് ശർമ്മ, KL രാഹുൽ എന്നിവർക്ക് പകരം പുതിയ 2 ബാറ്റർമാർ ഇന്ത്യൻ പ്ലേയിങ് 11ലേക്ക് വരേണ്ടതുണ്ട്. ധ്രുവ് ജുറേലും സർഫറാസ് ഖാനുമാണ് ഈ റോളിലേക്ക് മികച്ച ഓപ്ഷനുകൾ. ശുഭ്മാൻ ഗില്ല് ഓപ്പണിംഗിലേക്ക് മാറിയാൽ 3ാം നമ്പറിൽ ജുറേലിനെ ഇന്ത്യക്ക് കളിപ്പിക്കാം. സാഹചര്യത്തിനനുസരിച്ച് ഡിഫൻസീവായും അഗ്രസീവായും കളിക്കാൻ സാധിക്കുന്നയാളാണ് അദ്ദേഹം. അതിനാൽ ഗില്ലിന്റെ പൊസിഷൻ നന്നായി നിർവഹിക്കാനും ജുറേലിന് സാധിക്കും. 4ാം നമ്പറിൽ വിരാട് കോഹ്ലി തന്നെ തുടർന്നും കളിക്കും. 5ാം നമ്പറിൽ ഋഷഭ് പന്തിന്റെ ഊഴമായിരിക്കും. ജുറേൽ ടീമിലുണ്ടെങ്കിലും വിക്കറ്റ് കീപ്പിംഗ് ഋഷഭ് തന്നെ നിർവഹിക്കും. 6ാം നമ്പറിലാണ് സർഫറാസ് കളിക്കേണ്ടത്. ഓസ്ട്രേലിയക്കായി ട്രാവിസ് ഹെഡ് കളിക്കുന്ന തരത്തിലുള്ള സ്ഫോടനാത്മക ഇന്നിംഗ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഈ പര്യടനത്തിൽ സർഫറാസിന് കഴിവ് തെളിയിക്കാൻ ഇനിയും അവസരം ലഭിച്ചിട്ടില്ല. ഇന്ത്യക്ക് വേണ്ടി 7-8 സ്ഥാനങ്ങളിൽ വൈറ്റ് റൺ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും സീം ബൗളിംഗ് ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡിയും തന്നെ തുടർന്നും കളിക്കും. ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കണ്ടെത്തലായി മാറിയിരിക്കുകയാണ് നിതീഷ്. ജഡേജ ആവട്ടെ കഴിഞ്ഞ ടെസ്റ്റിൽ തകർപ്പൻ 50യും കുറിച്ചിരുന്നു. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് മെൽബൺ ടെസ്റ്റിൽ ഇന്ത്യയെ നയിക്കുക. പേസ് ബൗളിംഗിൽ അദ്ദേഹത്തിന്റെ പങ്കാളികൾ മുഹമ്മദ് സിറാജും ആകാശ് ദീപുമായിരിക്കും. ശുഭ്മാൻ ഗില്ല്, യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജുറേൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, സർഫറാസ് ഖാൻ, രവീന്ദ്ര ജഡേജ, നിതീഷ് റെഡ്ഡി, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ് എന്നിവരാണ് 4ാം ടെസ്റ്റിനുള്ള ഇന്ത്യ 11.